ഹായ് ടീച്ചർ. നമസ്കാരം മക്കളെ, ഞാൻ ടീച്ചർ. പഠനം മാത്രമല്ല, പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിപ്പിക്കാനും ഞാൻ നിങ്ങളെ സഹായിക്കാം. മിടുക്കന്മാരാവണ്ടേ നമുക്ക്? അതിനു മുൻപ് ഡോക്ടർ ബിട്ടുവിന്റെ ക്ലാസ്സിലേക്ക് പോവാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. ഇന്ന് കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിന് മുമ്പ് അവ കഴുകാൻ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണയായി പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പുറം ഭാഗത്ത് ഈ കോളി ബാക്ടീരിയ ഉണ്ടാകാറുണ്ട്. കൂടാതെ അവ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതിനു മുൻപ് നിരവധി കൈകളിലൂടെ കടന്നുപോകും. അതിനാൽ ശ്രദ്ധാപൂർവം കഴുകിയതിന് ശേഷം മാത്രമേ അവ ഉപയോഗിക്കാവൂ. ഇന്നു പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് ടീച്ചറുടെ ക്ലാസ്സിലേക്ക് പോയാലോ? ഹലോ മക്കളെ, ടീച്ചർ ഇന്ന് ഒരു ജിറാഫിന്റെ പിക്ചറുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ജിറാഫിനെ കളർ ചെയ്യാമല്ലേ? ജിറാഫിനെ കുറിച്ച് മക്കൾക്ക് എന്തൊക്കെ അറിയാം? യെസ്, കാട്ടിലെ ഏറ്റവും നീളം കൂടിയ ഒരു മൃഗമാണ് ജിറാഫ് അല്ലേ? അതായത് ടോളസ്റ്റ് ആനിമൽ. യെസ്, ജിറാഫിന് ഏതൊക്കെ കളറിലാണ് പൊതുവെ കാണാറ്? യെസ്, ഒരു ബ്രൗൺ യെല്ലോ ആണ്, ഒരു സ്കിൻ കളറും ബ്രൗൺ. സോ നമുക്ക് ഇവിടെ ഒരു യെല്ലോവും ഒരു ബ്രൗൺ കളറും വെച്ച് നമുക്ക് ഈ ജിറാഫിന് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. പിന്നെ ജിറാഫിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? അതെ, യെസ്, ഹെർബിവേഴ്സ് ആണല്ലേ. അങ്ങനെ വെച്ചാൽ എന്താണ്? വെജിറ്റേറിയൻസ് ആണല്ലേ ജിറാഫ്. അതായത് മാംസങ്ങളൊന്നും കഴിക്കില്ല, മീറ്റ്, ഫ്ലഷ് അതൊന്നും കഴിക്കില്ല. ഇല ആഹാരങ്ങളിൽ ഭക്ഷണങ്ങൾ മാത്രമേ എന്ത് കഴിക്കുള്ളൂ? ജിറാഫ് കഴിക്കൂ. അതേപോലെ ജിറാഫിന്റെ വേറൊരു പ്രത്യേകത എന്താ? ജിറാഫിന്റെ കഴുത്തിനാണല്ലേ നീളം കൂടുതൽ ഉണ്ടാവുന്നത്. യെസ്, ജിറാഫിന്റെ കഴുത്താണ് നീളം കൂടുതൽ. പിന്നെന്താണ്? പിന്നെന്താ ജിറാഫിന്റെ പ്രത്യേകത? ജിറാഫിന് സ്പീഡില് ഓടാനും പറ്റും. അത് ജിറാഫിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, നമുക്കിനി ഈ ജിറാഫിന് കളർ കൊടുക്കുമ്പോൾ നമ്മൾ യെല്ലോ കളർ ആദ്യം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിനുള്ള ആ ഡോട്ട്സ് നമ്മൾ ബ്രൗൺ കളറിൽ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് നമ്മുടെ ജിറാഫിന് കിട്ടും അല്ലേ? നമ്മൾ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിലും അതേ കാർട്ടൂൺസിലും ആനിമൽ കാർട്ടൂൺസിലും എല്ലാത്തിലും നമുക്ക് ജിറാഫിനെ കാണാൻ പറ്റും. അപ്പോൾ ജിറാഫിന് എന്താണ്? ഒരു ഡോട്ടഡ് ആയിട്ടുള്ള എന്താ ഉള്ളത്? ഒരു ചിത്രമാണല്ലേ, ഡോട്ടഡ് ആയിട്ട് മൊത്തം. ഓക്കെ, നമ്മുടെ ജിറാഫ് നമ്മുടെ ഐഡിയയിൽ നമ്മൾ കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് ഒരു ബ്ലാക്ക് ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഒരു ക്യൂട്ട് കുട്ടി ജിറാഫാണിത്. സോ ഇതിൻ്റെ നെക്കിനാണ് ഏറ്റവും ഉയരം. അതുകൊണ്ടാണ് നെക്കിന് ഉയരമുള്ളത് കൊണ്ട് തന്നെ, നീളമുള്ളത് കൊണ്ട് തന്നെ ജിറാഫിനും നല്ല നീളമുണ്ടല്ലേ. അപ്പോൾ കരയിലെ ഏറ്റവും നീളം കൂടിയ ഒരു ആനിമലാണ് ജിറാഫ്. ഓക്കെ അല്ലേ? അപ്പൊ ജിറാഫിനെ കുറിച്ച് വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാണ്ട്. നമുക്ക് മെല്ലെ മെല്ലെ ഓരോന്നായി പഠിക്കാം കേട്ടോ. ഇന്നത്തെ ഈ പിക്ചറിന്റെ കളർ കൊടുക്കുന്ന ഈ ഒരു വീഡിയോ ഇപ്പൊ ഇവിടെ കഴിഞ്ഞു. ഇപ്പൊ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. അപ്പൊ ഈ ജിറാഫിന് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കുട്ടികൾ ഇതുപോലെ ഓരോ പിക്ചർ എടുത്ത് കളർ കൊടുക്കണേ, നല്ല വൃത്തിയിൽ കളർ കൊടുത്ത് പഠിക്കണേ. അപ്പൊ ടീച്ചറിന് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരേക്കും ടേക്ക് കെയർ. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.